നമസ്കാരം. പതിരും കതിരും. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ മാറട്ടെ. ഇത് സുരേഷ് ഗോപിയുടെ തലയിൽ കൈവച്ച് ഏതെങ്കിലും പാസ്റ്റർ അനുഗ്രഹിച്ച തിരുവചനങ്ങളല്ല. തികഞ്ഞ മതനിരപേക്ഷവാദിയായ ഗണേശനെയും ഭാര്യയെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പാസ്റ്റർ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച വാക്യങ്ങളാണ്. ഈ അനുഗ്രഹം ഏറ്റുവാങ്ങിയത് കൊണ്ട് ഗണേഷ് കുമാർ പെന്തക്കോസ്ത് സഭയിലെ കുഞ്ഞാടായി മാറിയില്ല. ഇന്ന് NSSന്റെ പ്രതിനിധി സഭയിലെ അംഗമാണ് താനും. പത്തനാപുരത്തെ MLAയുമാണ്. സ്വന്തം കാര്യം വരുമ്പോൾ തല ആരുടെയും മുട്ടിനടിയിൽ തിരുകുകയും സകല മതവിശ്വാസത്തെയും തലയിലേറ്റുകയും ചെയ്യുന്ന ചിലരുണ്ട്. എന്നാൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലാണ് താനും. സുരേഷ് ഗോപി നോമ്പുതുറ നേരത്ത് പള്ളിയിൽ ചെന്ന് കഞ്ഞി കുടിച്ചതും അത് വിരലിട്ട് നക്കിയതുമാണ് ഗണേഷ് കുമാറിൻ്റെ തൊലി പൊളിച്ചു കളഞ്ഞത്. ഷോ, എന്തൊരു നാണക്കേട്, എന്തൊരു അഭിനയം! പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമോ എന്ന് വരെ കരുതിപ്പോയി അന്തസ്സുള്ള ഗണേശൻ. മുഖത്ത് ചായം തേക്കുന്ന ഒരു മനുഷ്യൻ അതേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മറ്റൊരാളെ അഭിനയത്തെപ്പറ്റി പറഞ്ഞ് അപമാനിക്കാമോ? കൊല്ലത്തുകാരൻ സുരേഷ് ഗോപി തൃശ്ശൂരിലെ കൊരട്ടിമുത്തിക്ക് കിരീടം കൊടുത്ത കഥയോർത്ത് ഗണേശൻ ചിരിയോട് ചിരിയാണ്. ഇതെല്ലാം കേട്ട് മുകേഷ് വേദിയിൽ ഇരിപ്പുണ്ട് താനും. മുകേഷിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഗണേശൻ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു. ഭാഷയറിയാത്ത മുകേഷ് എങ്ങനെ പാർലമെൻറ്റിൽ പോയി സംസാരിക്കുമെന്ന് റിപ്പോർട്ടർ ചാനൽ ചോദിച്ചപ്പോൾ മുകേഷ് പറഞ്ഞത് അതിനല്ലേ എൻ്റെ ആക്ടിംഗ് എന്നായിരുന്നു. എന്നാൽ ഗണേഷ് പറയുന്നു പാവം മുകേഷിന് അഭിനയിക്കാൻ അറിയില്ലെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്തു ചെയ്യും? മണിപ്പൂർ വിഷയത്തിൽ പരിഭവിക്കുന്ന ലൂർദ് മാതാവ് സുരേഷ് ഗോപിയുടെ കിരീടം തലകുലുക്കി താഴെ കളഞ്ഞെന്നും ഗണേശൻ പരിഹസിക്കുന്നു. കൊല്ലത്തുകാരന് തൃശ്ശൂരിലെ പള്ളിയിൽ നേർച്ച കൊടുക്കാൻ പാടില്ലെന്നുണ്ടോ ഗണേഷ് കുമാറെ? നിങ്ങൾ എന്തിനാണ് പണ്ട് പഴനിയിൽ പോയി തല മൊട്ടയടിച്ചത്? അതിനുള്ള സൗകര്യം എന്താ പത്തനാപുരത്തില്ലായിരുന്നോ? രാഷ്ട്രീയത്തിൽ കറപുരളാത്ത ഏക വ്യക്തിത്വമാണ് ഗണേഷ് കുമാർ എന്ന ധാരണയിലാണോ ഈ പറയുന്നതൊക്കെ? ധാർമ്മികത, കുലീനത, രാഷ്ട്രീയ ഗുരുത്വം എന്നിത്യാദി ഗുണങ്ങളെല്ലാം ഈ ഗണേഷ് കുമാറിൽ നിന്ന് കണ്ടുപഠിക്കണം എന്നാണോ? പെയിൻറ്റിൻ്റെ പരസ്യം പോലെ നോ കറ നോ പാട്. പക്ഷേ എല്ലാവരും മറന്നിരുന്ന പണ്ടത്തെ പാടൊക്കെ ഇപ്പോഴിതാ വീണ്ടും നവമാധ്യമങ്ങളിൽ പൊട്ടിയൊലിക്കുകയാണ്. പിണറായി പ്രഭയിൽ ഇടത്തേക്ക് തിരിഞ്ഞതോടെ ഗണേശൻ UDFകാരെ അങ്ങ് മലർത്തി അടിക്കുകയാണ്. കാരണം സ്വന്തം വകുപ്പിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്നിറക്കുന്ന ഉത്തരവ് നാളെ റദ്ദാകും. പേഴ്സണൽ സ്റ്റാഫിൽ കുറേ പേരെ തിരികെ കയറ്റിയത് മാത്രം മിച്ചം. ആ കുടുംബം കഞ്ഞി കുടിച്ചു പൊക്കോളും. നാട് മുഴുവൻ പ്രസംഗിച്ചു നടന്നാൽ ഇപ്പോൾ ഇഷ്ടം പോലെ കയ്യടി കിട്ടും ഗണേഷിന്. സുരേഷ് ഗോപി നോമ്പുകഞ്ഞി വടിച്ചു നക്കിയതിനെ മാരകമായ ഭാഷയിൽ പരിഹസിക്കുന്ന ഗണേശൻ കാരണം തൃശ്ശൂരിൽ 10 വോട്ട് കൂടുതൽ കിട്ടാനേ തരമുള്ളൂ. സുരേഷ് ഗോപി BJPക്കാരനായതിൻ്റെ പകയൊന്നുമായിരിക്കില്ല ഗണേശന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ BJPയിൽ ചേക്കേറിയ പത്മജയെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടം പൊളിറ്റിക്കൽ തന്തയുടെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ ഈ ഗണേശൻ എന്തിനാണ് പ്രകോപിതനായത്? കേരള രാഷ്ട്രീയത്തിൽ യാതൊരു വിധമായ നൈതികതയും അവകാശപ്പെടാനില്ലാത്ത ഒരാൾ മാത്രമാണ് ഗണേഷ് കുമാർ. ഒരു പാസ്റ്ററുടെ മുമ്പിൽ വിനീത വിധേയനായി കുനിഞ്ഞു നിന്ന് വിശ്വാസം പ്രകടിപ്പിച്ച ഗണേശിനെ സുരേഷ് ഗോപിയുടെ വിശ്വാസത്തെ പുച്ഛിക്കാൻ വല്ല അവകാശവുമുണ്ടോ? ശബരിമല വിഷയം കത്തി നിന്നപ്പോൾ അയ്യപ്പനെയും വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞ ആരിഫിന് എത്രയെത്ര അയ്യപ്പ ചിത്രങ്ങളാണെന്നോ തെരഞ്ഞെടുപ്പ് സമയത്ത് സമ്മാനമായി ലഭിച്ചത്. ഓരോന്നും അദ്ദേഹം വാങ്ങി നെഞ്ചോട് ചേർക്കുമായിരുന്നു. ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് ഇറങ്ങാനേ ആരിഫിന് സമയമില്ല. സാധുജന പരിപാലനം ഒരു വ്രതമായി കൊണ്ടു നടക്കുകയാണ് നമ്മുടെ മുകേഷും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് തൊട്ടിത്തരങ്ങളും കാണിക്കുന്നവരാണ് ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും. സകല ദൈവങ്ങളോടും അപ്പോഴവർക്ക് സ്നേഹം കൂടും. അത് കഴിയുമ്പോൾ തള്ളിപ്പറയും. ഇങ്ങനെ നിത്യവും ഗോപീവധം നടത്തി ആ തൃശ്ശൂരെടുത്ത് സുരേഷ് ഗോപിക്ക് കൊടുക്കുമോ നിങ്ങളെല്ലാവരും കൂടി? MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തൃശ്ശൂരെ മേയർ വരെ പറയുന്നു. പത്തനാപുരത്തിരുന്ന് ഗണേശ് ഒന്നും അറിയാതെ പരിഹസിക്കുന്നു. ചെമ്പുടഞ്ഞാൽ ചായച്ചും ചരിച്ചും വയ്ക്കാം, കലമുടഞ്ഞാൽ എന്തു ചെയ്യും ഗണേഷ് കുമാറെ? നന്ദി.